അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ കാണുന്നത് ഒരു ഷെൽഫാണ്. ഈ ഷെൽഫ് ഇങ്ങനെയല്ല വെക്കേണ്ടത്. ഒരു തുണി നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കുത്തി തിരിക്കണം, അങ്ങനെയല്ല എടുക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിനെങ്ങനെ നല്ല രീതിയിൽ നിങ്ങളെയും പൊതുവെ കൊച്ചുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട്, കുറച്ച് ടൈം എടുക്കും. പക്ഷേ അത് നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറാം. ഇപ്പോൾ ഈ ഷെൽഫ് ഇത് എന്താണ്, ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ കാണിച്ചു തരാം. നമ്മൾ തുണി എല്ലാം ഒന്ന് വായി തറയിലോട്ടില്ല. അപ്പോൾ ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് തുണികൾ മാറ്റാം. അപ്പോൾ ആദ്യമേ ഈ ഷെൽഫ് എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള തുണികളാണ്. അപ്പോൾ വലിയ ഞാൻ നോർമൽ തുണികളിനകത്ത് നമ്മൾ ഇതിനകത്തൊരു ഷർട്ടിൻ്റെ ടോപ്സ്, ഷർട്ട്, ടീഷർട്ട്സ് ഒക്കെ വെക്കണമെങ്കിൽ നമ്മൾ ഈ തുണിയെടുത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് സമയം പോകാതെ നമുക്കിങ്ങനെ റൊട്ടേഷൻ ചെയ്തെടുക്കാം, കൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുട്ടി ഇത് നിങ്ങൾ ഷോറൂംസിലൊക്കെ കണ്ട് കാണും. ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് വേണം. അപ്പോൾ ഇത് ഞാൻ അവസാനം ഇത് നിങ്ങൾ പലപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്യാതെ ഫുൾ ലെന്ത് കാണിച്ചു തരാം. എത്ര മിനിറ്റ് വീഡിയോ ഉണ്ട് അത്രയും സമയം എടുക്കും. അപ്പോൾ ഇത് രണ്ടാമത്തേതായി. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ശകലം നമ്മൾ സ്പീഡ് കൂട്ടി ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റിലാക്സ് മോഡി ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഒരുപാട് തുണികൾ വെക്കാൻ പറ്റും, എടുക്കാനും എളുപ്പമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അധികം വെക്കാൻ നിൽക്കണ്ട. അത് ആ സ്പേസ് ഇല്ലെങ്കിൽ മാത്രം നമ്മളതിനെ വെക്കാം. ഞാൻ ഈ വീട്ടിൽ ഇരുന്ന തുണിയിൽ മാത്രമാണ് കിട്ടുന്നത്. ബാക്കി തുണികളൊക്കെ ഞാൻ മാറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ അതിലേക്ക് വേറെ അലമാരയുണ്ട്, അപ്പോൾ അതിലോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ഞാൻ അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ചുരുട്ടേണ്ടത്. നല്ലപോലെ പ്രസ് ചെയ്ത് വേണം ചുരുട്ടാൻ. ചുരുട്ടി കഴിഞ്ഞാൽ അത് നിങ്ങൾ ആദ്യമേ കണ്ടല്ലോ തുണി ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊന്ന് റൊട്ടേഷൻ ചെയ്ത് വെക്കണം. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ പറ്റുമെന്ന് വെച്ചാൽ അത് ഇളവി വരും. അപ്പോൾ നമ്മളത് ഇപ്പോൾ തന്നെ എത്ര 5 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഓരോന്നിൻ്റെ ഓയിലോട്ട് അടുക്കി വെക്കും നമ്മൾ. ചിലരൊക്കെ ഒന്ന് നീളം പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു വിഷയമല്ല. അപ്പോൾ അത് നോക്കിക്കോളും. ഒരു അറേഞ്ച്മെന്റ് ആണ്. പക്ഷേ സ്പേസ് ഒരുപാടുള്ളവർക്ക് ഇത് വിഷയമല്ല. നമുക്ക് തേച്ച് മടക്കിയൊക്കെ വെക്കാം. ഇപ്പോൾ ജോലിക്കാരൊന്നുമില്ല, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത്ലി നടന്നു പോകണം, വൃത്തിയിൽ കിടക്കണം എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചില നുറുക്ക് പണികൾ എടുത്ത് ഇതിനെ കാരണം ഈ മടക്കി ഇങ്ങനെ ഒരു വെപ്പുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒന്നിൻ്റെ മറ്റൊന്നും അടിപ്പിക്കുക. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. വലിച്ചെടുക്കാനും കാണാനും പറ്റില്ല. നമുക്ക് ഏത് ഡ്രസ്സ് ഇടണമെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ഇത് സോൾവ് ആവും. കാരണം എനിക്കത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഷോറൂംസിൽ ഈ ഷോളുകളും ടോപ്പുകളും അടിക്കി ഇങ്ങനെ ചുരുട്ടി ചെയ്ത് വെക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അത് റെഡി ആയി കിട്ടും. നോക്കിയാൽ നിങ്ങൾ ഇത്രയും തുണികൾ ഇരുന്ന രീതിയിൽ ഇത് വരില്ല. ഒരുപാട് തുണികൾ ഇതിനകത്ത് വെച്ച് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒന്നിൻ്റെ ഗ്യാപ്പിൽ വെച്ചാൽ ഇവിടെ നമുക്ക് വെക്കാൻ പറ്റില്ല, നിങ്ങൾ വീഴും. അപ്പോൾ നമ്മൾ അത് നോക്കണം. ഇതൊന്നും ഞാൻ ഇടാറില്ല. മോഡൽ എത്ര തുണികളുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ വീഡിയോ ലോങ് ആക്കണമെന്നില്ല, ഇത് ഞാൻ ടൈം കാണിക്കണം. ഇത്രയും തുണികൾ നമുക്ക് എത്രയും ടൈമിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എത്ര നീളം വീഡിയോസിന് നീളമുണ്ടോ അത്രയും ടൈം മാത്രമേ നമുക്ക് ഇത് എടുക്കത്തുള്ളൂ. ഒരു സെക്ഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാം. പാൻറ്റിൻ്റെ അതേപോലെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി ലോങ് ആവും, ചിലപ്പോൾ അരമണിക്കൂർ ആവും, പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഞാനിതിലിപ്പോൾ തുണിയുടെ എണ്ണം പറയാം. ഒരു 2 വരി അടിക്കുന്നത് നിങ്ങൾ ടൈം നോക്കിയിട്ട് ബാക്കി ലാസ്റ്റിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ടൈം എടുക്കും. ഞാനിപ്പോൾ ഇതിൽ അടിക്കടി വെച്ച് പോയി. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ട്, ഞാനിങ്ങനെ അടുക്കി വെച്ച് എത്ര ടൈം എടുക്കും നിങ്ങൾക്കറിയാം. ടൈമിൻ്റെ അനുസരിച്ച് ഞാൻ ഇതിനകത്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ഇങ്ങനെ കളർ വൈസ് അറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് കളർ ഇട്ട് എടുക്കുന്ന രീതിയിൽ വെക്കാം. ഞാനിപ്പോൾ അങ്ങനെ നോക്കുന്നില്ല. ഞാനിപ്പോൾ ഇടുന്നത് ഇതിനനുസരിച്ച് പിന്നെ വേണമെങ്കിൽ സമയം കിട്ടപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ ഓരോ ദിവസം തുണിയിട്ട് കഴുകിയിട്ട് കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ വെക്കാൻ പാടായിരിക്കും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി ടൈം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 2 വരി ആയിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 16, 17. അപ്പോൾ 17 തുണി ഞാൻ അടുക്കിയിട്ടുണ്ട് അതിനകത്ത്. ഇനി നമ്മൾ ബാലൻസ് ഉള്ള അടുക്കിയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഇപ്പോൾ എത്ര ടൈം ആയിട്ടുണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ വീഡിയോയിൽ കാണാൻ എത്ര ടൈം, അത്ര ടൈം മാത്രമേ ആവത്തുള്ളൂ. ഇനി ബാലൻസ് ഉള്ള അടുക്കി വയ്ക്കാൻ. അപ്പോൾ ഇത് അടുക്കി വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൽ എത്ര വരണമുണ്ടെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ആ ഒരു റോ ഞാനത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ വീട്ടിൽ ഇടുന്ന തുണിയാണ്. എന്നിട്ട് ഞാൻ ഔട്ട് സൈഡ് പോകുമ്പോൾ വേറെ അലമാരയുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഔട്ട് സൈഡ് ഇടുന്ന തുണി ഞാൻ അതിന് മാറ്റിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ വീട്ടിലുള്ള തുണിക്ക് സെക്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് പഴവണതൊക്കെ ഞാൻ ഒന്നിങ്ങനെ അത് വീട്ടിൽ യൂസ് നമ്മൾ എടുക്കും, അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി എടുക്കണമെങ്കിൽ ഇങ്ങനെ ഓരോന്ന് വലിച്ചെടുത്തിട്ട് ബാക്കി പ്രസ് ചെയ്ത് വെച്ചിട്ട് താഴോട്ട് ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ തുണി സെലക്ഷൻ ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചത്. ഇതേപോലെ കൂട്ടി അപ്പോൾ ഇത് തുണി എടുക്കുന്നത് എല്ലാം വലിച്ചിടണം. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ മാറ്റാനാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മാക്സിമം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു തുണി വെക്കുന്ന ഒരു റോ എന്ന് പറയുന്നത് അധികം വീതി വേണ്ട. കാരണം വീതി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് തുണി അടുക്കി വെച്ച് ഇതേപോലെ അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ തുണി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, ബാക്കി തുണി കാണാൻ പറ്റില്ല. അത് നമുക്ക് യൂസ് ചെയ്യാൻ അനുസരിച്ച് എടുക്കാം, തിരിച്ച് റൊട്ടേഷൻ ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതാണ് അറേഞ്ച്മെന്റിന്റെ കറക്റ്റ് ഓർഡറും വേ. നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നല്ല കബോർഡൊക്കെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഷെൽഫ്
മെയിൻ എല്ലായിടത്തും നമുക്ക് തുണി വെക്കാൻ ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ അധികം തുണി ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. കുട്ടികളുടെ വീടാണെങ്കിൽ ഒരുപാട് പ്രോബ്ലം, ബെഡ്ഷീറ്റ് എല്ലാത്തിനും സ്ഥലം കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ എന്റേതാണ്, ഞാൻ വൈഫിൻ്റെയും കുട്ടികളെ ഞാൻ കറക്റ്റ് ഓർഡർ അറേഞ്ച് ചെയ്ത്, അപ്പോൾ എൻ്റെ റൂമിൻ്റെ കബോർഡിൽ ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കബോർഡ് ഇതേപോലെ അടുക്കി വെക്കുക, ഇതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഈ താഴത്തെ റോ അല്ല, ഉയരത്തെ സെൻറ്റർ റോ ആണ് ഇതേപോലെ. അപ്പോൾ താഴത്തെ റോ ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ തമ്മിൽ ഇട്ടേക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ താങ്ക് യു, വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ പാൻറ്റ് ഞാൻ അടിക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ ഇടുന്ന തുണികളാണ്. അപ്പോൾ വീട്ടിൽ ഇത്ര പാൻറ്റുകൾ ആക്ച്വലി. അപ്പോൾ കുറേ പാൻറ്റ് എനിക്ക് ഇടാൻ പറ്റാത്ത നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്തപ്പോൾ അതൊന്നും കേടായിരിക്കും, അതൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സ്പേസ് പോയി. അങ്ങനെ ഇപ്പോൾ കറക്റ്റ് നമുക്ക് ഇടാൻ പറ്റുന്ന പാൻറ്റുകളിൽ അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് വെളിയിടുന്ന പാൻറ്റുകളുണ്ട്, അതൊക്കെ ഞാൻ മാറ്റി, അത് ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. അതുകൊണ്ടാണ് അത്രയും നിറഞ്ഞിരുന്നത്. അപ്പോൾ ഇതേപോലെ ഓർഗനൈസ് ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ സ്റ്റാക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. നോക്കാൻ പറ്റും ഏതൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട്, ഇടാൻ പറ്റാത്തത് ക്ലിയർ ചെയ്ത് നമുക്ക് നോക്കിയിട്ട് ഇതേപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ എന്നും കൂടെ നമ്മൾ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.